ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ എസ്തറ്റിക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെക്കേഷൻ ടൈമിൽ എന്ത് സ്റ്റഡി വ്ളോഗെന്ന്. അപ്പം ഞാനൊരു ഓൺലൈൻ ആപ്പിൽ ചേർന്നുണ്ട്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സൈലം ലേണിംഗ് ആപ്പിലാണ് ഞാൻ ചേർന്നേക്കുന്നത്. ആരെങ്കിലും അതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൽ 9th നിഞ്ച ബാച്ച് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സൈലത്തെ പറ്റി പറയുകയാണെങ്കിൽ ബെസ്റ്റ് ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിഞ്ച ബാച്ചിൻ്റെ പറയുകയാണെങ്കിൽ എല്ലാം നമുക്ക് അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് PDF ആയിട്ട് നോട്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം സെറ്റാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടി പറയാനുണ്ട്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ പറയുന്നത്. സൈലൊരു ബെസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് ഏത് ബുക്ക് എടുക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ചു എന്നാണ് ഈ പൂച്ചയുടെ പേര്. എൻ്റെ വീട്ടിൽ ആകെയുള്ള കൂടി ഒരു പൂച്ചയാണ്. അപ്പോൾ അവനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. സോ 9th പഠിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പേരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, 9th പഠിക്കുന്നത്. പിന്നെ എവിടെ നിന്നാണ് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ സ്റ്റിക്കി നോട്ടൊക്കെ കഴിയാറായി, ഞാൻ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം. ഞാൻ ഒരു കെമിസ്ട്രിയാണ് പഠിക്കാനിരിക്കണത്. ഇരുന്നിട്ടില്ല, അപ്പോഴും കുറച്ച് നേരം ഒന്ന് ഇതൊക്കെ ആസ്വദിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. മഴയും അതുപോലെ തന്നെ വെയിലും കൂടി പ്ലസ് കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, അതുപോലെ ഉള്ള സിറ്റുവേഷനായിരുന്നു ഇന്ന്. അങ്ങനെ ഞാൻ കെമിസ്ട്രി അങ്ങനെ പഠിക്കാനിരുന്നു. കുറച്ച് ക്ലാസ്സസൊക്കെ കാണാനുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ 2 ദിവസം മുന്നാണ്. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിഞ്ച ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ക്ലാസ് വേണമെങ്കിലും ഉണ്ട്. 5ാം ക്ലാസ് തൊട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് 5ാം ക്ലാസ് തൊട്ടുണ്ടെന്ന് തോന്നുന്നു. എത്രാം ക്ലാസ് ആയാലും നല്ല ക്ലാസ്സസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലേണിംഗ് ആപ്പാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ അതുപോലെ തന്നെ നല്ല ക്ലിയറായിട്ട് എല്ലാ ഡൗട്ട്സും അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും അത് ക്ലിയർ ചെയ്ത് തരും. കുറേ അധികം ചാപ്റ്റേഴ്സ് കാണാണ്ട് പെൻഡിങ് എടുക്കുകയാണ്. ഞാനിപ്പോൾ കെമിസ്ട്രിയാണ് എടുത്തേക്കുന്നത്. കെമിസ്ട്രിയിൽ കുറച്ച് ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എടുത്ത് പഠിക്കലാണ് ഇപ്പം എൻ്റെ പണി. സോ കുറച്ചൊക്കെ ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതി വയ്ക്കും, കുറച്ചൊക്കെ ഒരു കുഞ്ഞ് നോട്ടാക്കി എഴുതി വയ്ക്കും. ക്ലാസ് തുടങ്ങണേക്കാളും മുന്നേ എന്തായാലും സൈലത്തിൻ്റെ ക്ലാസ്സൊക്കെ റെഗുലറായി പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇപ്പോഴും കുറച്ചധികം പോലും കഴിഞ്ഞിട്ടില്ല, കുറേ കഴിയാനുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ആയാലും അങ്ങനെ സോഷ്യൽ സയൻസ്, ജോഗ്രഫി, ഹിസ്റ്ററി ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് കുറേ ടൈം അതിന് തന്നെ കളയണം. അങ്ങനെ അപ്പോൾ സ്റ്റിക്കി നോട്ടിൽ ഞാൻ ഏതൊക്കെ പോയിൻറ്റ്സ് വേണം പഠിക്കണം, പഠിച്ച പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. സോ അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സ്റ്റിക്കി നോട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്നത്. പിന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അടയാളപ്പെടുത്താറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിലും കൂടി അടയാളപ്പെടുത്താം. അത് ഞാൻ നോട്ടായിട്ട് എഴുതി വയ്ക്കുകയാണ് ചെയ്യാറ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, നോട്ടാക്കി എഴുതി വയ്ക്കും നോട്ട്ബുക്കിൽ. സൈലത്തിന് വേണ്ടി ഒരു പുതിയ നോട്ട്ബുക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഞാനൊരു പുതിയ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. അതിൽ മുക്കാൽ പേജും കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പേജുകൾ കഴിയാണ്. എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ സോഷ്യൽ സയൻസിലെ ജോഗ്രഫി അത് മൊത്തം കണ്ടു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അത് കെമിസ്ട്രി കണ്ടു കഴിഞ്ഞു. പിന്നെ മലയാളം കണ്ടു കഴിഞ്ഞു. എല്ലാ അതും ഉണ്ട്. സോഷ്യൽ സയൻസ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും CBSE ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റും